കാന്ത എന്ന പുതിയ തമിഴ് പീരിയഡ് ഡ്രാമയെപ്പറ്റി ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടല്ലേ. ചിലർക്ക് ഇതൊരു മാസ്റ്റർപീസ്, മറ്റു ചിലർക്കോ അത്ര പിടികിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണ് ഈ സിനിമയുടെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ഇത് ഒരേ സമയം ആളുകളെ ആകർഷിക്കുകയും അകറ്റുകയും ചെയ്യുന്നത്? നമുക്കൊന്ന് വിശദമായി നോക്കാം. ഗലാറ്റ പ്ലസിലെ ഭരദ്വാജ് രംഗൻ പറഞ്ഞതുപോലെ, ഒരു നല്ല കഥയിൽ വേണ്ടത് അധികാരവും അഭിനിവേശവും പിന്നെ കുറച്ച് കുറ്റകൃത്യവുമാണ്. ഈ മൂന്നും കൃത്യമായ അളവിൽ ചേർത്തൊരു സിനിമയാണ് കാന്ത. ഇത് വെറുമൊരു സിനിമയല്ല, മറിച്ച് സിനിമാ ലോകത്തിന്റെ വെള്ളി വെളിച്ചത്തിന് പിന്നിലുള്ള ആ ഇരുണ്ട കഥയില്ലേ, അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഈ വിശകലനത്തിൽ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം എന്താണ് ഈ സിനിമയുടെ കഥ എന്ന് നോക്കാം. പിന്നെ ഇതിലെ ഗംഭീര പ്രകടനങ്ങളെപ്പറ്റി സംസാരിക്കാം. അതുകഴിഞ്ഞ് സിനിമയുടെ ഘടനയിൽ ചില പ്രശ്നങ്ങളുണ്ടോയെന്ന് പരിശോധിക്കാം. 1950കളിലെ ആ ലോകം എങ്ങനെ സ്ക്രീനിലെത്തിച്ചു എന്നും അവസാനം നിങ്ങൾ ഈ സിനിമ കാണണോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പോ ആദ്യത്തെ ചോദ്യം, എന്താണ് കാന്ത? 1950കളിലെ മദ്രാസിൽ നടക്കുന്ന ഈ കഥയുടെ കാതൽ എന്താണ്? ഈഗോ, കല, കൊലപാതകം എല്ലാം ഇതിലുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. കഥയുടെ മെയിൻ സംഭവം ഇതാണ്. ഒരു ലെജൻഡറി ഡയറക്ടർ, അദ്ദേഹം തന്നെ വളർത്തിക്കൊണ്ടുവന്നൊരു സൂപ്പർ സ്റ്റാറും ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് ക്രിയേറ്റീവ് കൺട്രോളിന്റെ പേരിൽ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ട് ഉടക്കുന്നു. അവസാനം അത് ചെന്നെത്തുന്നത് ഒരു കൊലപാതകത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയ ആളും ഉണ്ടാക്കപ്പെട്ട ആളും തമ്മിലുള്ളൊരു യുദ്ധം. അതായത് അയ്യ എന്ന ഡയറക്ടറും അദ്ദേഹം സൂപ്പർ സ്റ്റാറാക്കിയ ടി.കെ. മഹാദേവനും തമ്മിലുള്ളൊരു പവർ ഗെയിം. അപ്പോൾ നോക്കൂ, ഈ സിനിമയുടെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമതായി പശ്ചാത്തലം. 1950കളിലെ മദ്രാസ്, അതായത് സ്റ്റുഡിയോ സിനിമകളുടെ ആ ഒരു സുവർണ കാലഘട്ടം. പിന്നെ ഇതിന്റെ ജോണർ, ഇതൊരു പീരിയഡ് ഡ്രാമയാണ്, പക്ഷേ അതിനൊപ്പം ഒരു മർഡർ മിസ്റ്ററി കൂടിയുണ്ട്. പ്രധാന പ്രശ്നം ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷാണ്. ഇതിനെല്ലാം ഒരു കാരണമായി ഈ രണ്ട് പവർഫുൾ ആൾക്കാരുടെ ഇടയിൽ ഒരു പുതുമുഖ നടി കൂടി വരുന്നു. ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് കഥ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഇനി നമുക്ക് സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റിലേക്ക് വരാം, ഇതിലെ ആക്ടിംഗ്. സത്യം പറഞ്ഞാൽ നിരൂപകരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഇതിലെ പെർഫോമൻസുകളെക്കുറിച്ചാണ്. വെള്ളിത്തിരയിൽ രണ്ട് അതികായന്മാർ ഏറ്റുമുട്ടുന്നതുപോലെയാണ്. ആരൊക്കെയാണ് ഈ കളിയിലെ പ്രധാന താരങ്ങളെന്നല്ലേ? സൂപ്പർ സ്റ്റാർ ടി.കെ. മഹാദേവനായി എത്തുന്നത് ദുൽഖർ സൽമാൻ. അദ്ദേഹത്തെ സിനിമയിലേക്ക് കൊണ്ടുവന്ന ആ മെന്റർ, ആ ഡയറക്ടർ ഐ.എ.ഐ. സമുദ്രക്കനി. ഇവരുടെ ഇടയിൽ പെട്ടുപോകുന്ന പുതുമുഖ നടിയായി ഭാഗ്യശ്രീ ബോർസെ. പിന്നെ ഈ കൊലപാതകം അന്വേഷിക്കാൻ വരുന്ന ഇൻസ്പെക്ടർ ദേവരാജായി റാണ ദഗ്ഗുപാട്ടിയും. ശരിക്കും ഒരു പവർ പാക്ഡ് കാസ്റ്റ് തന്നെ. റിവ്യൂകളൊക്കെ പറയുന്നത് കേട്ടില്ലേ, വേൾഡ് ക്ലാസ് ആക്ടിംഗ്, പീക്ക് ലെവൽ പെർഫോമൻസ് എന്നൊക്കെ. ഇത് കൂടുതലും പറയുന്നത് ദുൽഖർ സൽമാന്റെ പ്രകടനത്തെക്കുറിച്ചാണ്. ഒരേ സമയം അഹങ്കാരിയും എന്നാൽ ഉള്ളിൽ പേടിയുമുള്ള ആ സങ്കീർണമായ കഥാപാത്രത്തെ ഗംഭീരമാക്കിയിട്ടുണ്ട്. പലരും ഇതിനെ ദുൽഖറിന്റെ കാരിയർ ബെസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ല പെർഫോമൻസുകളൊക്കെ ഉണ്ടായിട്ടും സിനിമയെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഒരു മിക്സഡ് അഭിപ്രായം വരുന്നത്? അവിടെയാണ് സിനിമയുടെ ഘടനയെപ്പറ്റിയുള്ള സംസാരം വരുന്നത്. ഒരു രണ്ട് പകുതികളുള്ള സിനിമ എന്നാണ് പലരും പറയുന്നത്. കഥ എവിടെയാണ് പറന്നുവരുന്നത്, എവിടെയാണോ നെടറി വീഴുന്നത്? നമുക്ക് നോക്കാം. ഇതാണ് മിക്കവാറും എല്ലാ റിവ്യൂകളിലും കാണുന്ന പ്രധാന പോയിന്റ്. ഫസ്റ്റ് ഹാഫ് അതൊരു രക്ഷയുമില്ലാത്ത പീരീഡ് ഡ്രാമയാണ്. ആ ഈഗോ ക്ലാഷും ഡയലോഗുകളുമൊക്കെ നമ്മൾ സ്ക്രീനിൽ പിടിച്ചിരുത്തും. ശരിക്കും പറഞ്ഞാൽ ഉയിരോട്ടമാണ്, അതായത് ജീവനുള്ള സീനുകൾ. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴോ കഥ ഒരു സാധാരണ ആരാണ് കൊലപാതകി എന്ന രീതിയിലുള്ള ത്രില്ലറായി മാറുന്നു. അവിടെ ആ ഫസ്റ്റ് ഹാഫിന്റെ ഇമ്പാക്റ്റും വേഗതയും കുറഞ്ഞുപോയി എന്നാണ് പലരും പറയുന്നത്. സെക്കൻഡ് ഹാഫിൽ കഥയുടെ വേഗത കുറഞ്ഞു എന്ന് പറയുമ്പോഴും സിനിമ മുഴുവൻ നമ്മളെ പിടിച്ചിരുത്തുന്നൊരു കാര്യമുണ്ട്. അതാണ് അതിന്റെ ടെക്നിക്കൽ ബ്രില്യൻസ്. ആ 1950കളിലെ ലോകം സ്ക്രീനിൽ ജീവൻ വെച്ചതെങ്ങനെയാണ്, അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. സംവിധായകൻ സെൽവമണി സെൽവരാജിന്റെ വിഷൻ ഗംഭീരമാണ്, പക്ഷെ അതിന് ജീവൻ കൊടുത്തത് ഇദ്ദേഹത്തിന്റെ ടീമാണ്. ഡാനി സാഞ്ചസ് ലോബസിന്റെ ക്യാമറ, ആ നിഴലും വെളിച്ചവുമൊക്കെ കാണണം. പിന്നെ ജേക്സ് പിജോയുടെ BGM സിനിമയ്ക്ക് കറക്റ്റ് മൂഡ് കൊടുക്കുന്നുണ്ട്. ഒപ്പം ലെവലിൻ ആന്റണി ഗോൺസാൽവസിന്റെ എഡിറ്റിംഗും. ഇത്രയും പേർ ചേർന്നപ്പോഴാണ് ആ ഒരു ഫീല് കിട്ടിയത്. നിരൂപകർ എടുത്തുപറഞ്ഞ കാര്യമാണ് ആ നിഴലും പുകയും നിറഞ്ഞ സിനിമാറ്റോഗ്രഫിയെപ്പറ്റി. ശരിക്കും ആ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരു ഫീല്. ജേക്സ് ബിജോയുടെ BGM കൂടി ചേരുമ്പോൾ പണ്ടത്തെ ആ ഹോളിവുഡ് നോയർ സിനിമകളില്ലേ, ആ ഒരു ഫീലാണ് കിട്ടുന്നത്. ഒരുപക്ഷെ കാന്തയുടെ ഏറ്റവും വലിയ ആകർഷണവും ഇതുതന്നെയാണ്. അപ്പോൾ പ്രകടനങ്ങൾ കൊള്ളാം, ടെക്നിക്കൽ സൈഡ് ഗംഭീരമാണ്, പക്ഷെ കഥയുടെ പേസിലെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ചോദ്യം, ഞാൻ കാന്ത കാണുന്നു.
ഇവിടെ സ്ക്രീനിൽ കാണുന്ന റേറ്റിംഗുകൾ നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാവും. ടൈംസ് ഓഫ് ഇന്ത്യ 4 കൊടുക്കുമ്പോൾ ഇന്ത്യ ടുഡേ 2.5 ആണ് കൊടുക്കുന്നത്. അതായത് ഇതൊരു ലവ് ഇറ്റ് ഓർ ഹേറ്റ് ഇറ്റ് ടൈപ്പ് സിനിമയാണ്. ചിലർക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടും, ചിലർക്ക് അത്ര കണക്റ്റ് ആവില്ല. അഭിപ്രായങ്ങൾ 2 തട്ടിലാണ്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും, ഈ സിനിമ ആർക്കു വേണ്ടിയുള്ളതാണ്? ഈ റേറ്റിംഗുകളിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, കാന്ത എല്ലാവർക്കുമുള്ള ഒരു സിനിമയല്ല. അപ്പോൾ ആർക്കാണ് ഈ സിനിമ ശരിക്കും ഇഷ്ടപ്പെടാൻ സാധ്യത? നിങ്ങൾക്ക് നല്ല ആർട്ടിസ്റ്റിക് സിനിമകൾ, പെർഫോമൻസിന് പ്രാധാന്യമുള്ള സിനിമകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ധൈര്യമായി കാണാം. കുറച്ച് സ്ലോ ആയി കഥ പറഞ്ഞു പോകുന്നത് ക്ഷമയോടെ കാണാൻ പറ്റുമെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. പഴയകാല സിനിമാ നിർമ്മാണത്തെപ്പറ്റി അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിലും ഇഷ്ടപ്പെടും. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഒരു സാധാരണ കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ പ്രതീക്ഷിച്ചാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിരാശയാവും ഫലം. സിനിമയിൽ തന്നെ ഒരു ഗംഭീര ഡയലോഗുണ്ട്, ഒരു ആരാധകൻ 50 വർഷമുണ്ടാകും, പക്ഷേ ഈ സിനിമ അതിനുശേഷവും ഉണ്ടാകുമെന്ന്. അയ്യ എന്ന കഥാപാത്രം പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ സിനിമ പറയാൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. സ്റ്റാർഡം കാലം കഴിയുമ്പോൾ മാഞ്ഞുപോകും, പക്ഷെ നല്ല കല എന്നും നിലനിൽക്കും. കലയാണോ കലാകാരനാണോ വലുത് എന്നൊരു വലിയ ചോദ്യം നമ്മളുടെ മുന്നിലേക്കിട്ടുകൊണ്ടാണ് കാന്ത അവസാനിക്കുന്നത്.